വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, പ്രോൺസ് ചിക്കൻ മസാല. അപ്പോൾ നമ്മുടെ ചിക്കനും പ്രോൺസും കൂടിയിട്ടുള്ള ഒരു മിക്സ്ഡ് മസാലയാണെന്ന്. സോ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ദിസ് ഈസ് യുവർ റെനീഷ് മരീന. സ്റ്റേ ട്യൂൺ. ലെറ്റ് മീ സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ പാൻ വെച്ച് നമുക്കതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായത് നമുക്ക് കറിവേപ്പില ചൂടായി വരുമ്പോഴേക്കും ഒരു 4 ഉണക്കമുളക് എടുത്തിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്യാണ്. ഇഞ്ചി പൊടിയായി നുറുക്കിയതാണ്. പച്ചമുളക് ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ ഇതൊക്കെ ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കൊരു 10 ചുവന്നുള്ളി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചുവന്നുള്ളി ഇട്ട് ഒരു മിനിറ്റൊക്കെ ഒന്ന് സോൾട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സോൾട്ട് ഫോർ ദ ടേസ്റ്റ് എന്നല്ലേ, അപ്പോൾ അത് സോൾട്ട് ആഡ് ചെയ്യാം. സോൾട്ട് ആഡ് ചെയ്തത് നമുക്ക് ഒരു വലിയ സവോള നുറുക്കിയത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കുഴഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് 2 മിനിറ്റെങ്കിലും നമ്മൾ നല്ലോണം വഴറ്റി കൊടുത്തതിന് ശേഷം 1/4 കിലോ ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യാണ്. ചിക്കൻ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മസാലകൾ ആഡ് ചെയ്യും. മുളക് പൊടി, മല്ലിപ്പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി, പിന്നെ ഫിഷ് മസാലയാണ്, ചിക്കൻ മസാലയല്ല, ഫിഷ് കറി മസാല ആഡ് ചെയ്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു 3 മിനിറ്റ് നല്ലപോലെ അടച്ചു വെച്ച് വേവിച്ചു. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി 2 നല്ല വലിയ തക്കാളി കട്ട് ചെയ്ത് പൊടിയായി നുറുക്കിയതാണ്. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വഴഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം, ചിരകിയത്, ആൻഡ് വാട്ടർ, വെള്ളം ആഡ് ചെയ്ത് നല്ലോണം ഇതൊന്ന് തിളപ്പിക്കാം നമുക്ക്. അപ്പോൾ വെള്ളം നമ്മൾ ആഡ് ചെയ്ത് എല്ലാം മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി ഇനിയിപ്പോൾ ഇതൊരു 4 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 4 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഗ്രേവി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈറ്റിൻ്റെ ഫ്ലിക്കറിങ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ചെമ്മീൻ ആഡ് ചെയ്യാം. അപ്പോൾ ചെമ്മീൻ നമ്മൾ ഒരു 1/4 കിലോ ചെമ്മീനാണിത്. അപ്പോൾ ചെമ്മീൻ നല്ലോണം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റെങ്കിലും 5 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്തു. നമ്മുടെ ചെമ്മീനും ഇറച്ചിയും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ച് കരിവേപ്പില തൂവി കൊടുക്കുക. കരിവേപ്പില ഇട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ നല്ലപോലെ കുക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് മല്ലിയില സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ മല്ലിയില ഇട്ടതിന് ശേഷം നമ്മളൊരു 2 മിനിറ്റ് നമ്മൾ അടച്ചു വയ്ക്കുന്നുണ്ട്. 2 മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോൾ ആ മല്ലിയിലയിൽ നിന്നുള്ള ആ ഒരു ഫ്ലേവറും കൂടി ഇറങ്ങും. അപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കി നമുക്ക് ഒരു ചെറിയ പ്രോൺസ് പീസ്, അതായത് നമ്മുടെ ചെമ്മീൻ എടുത്ത് കഴിച്ച് നോക്കാം. ഓഹോ ഷേഡി. ഇനി നമുക്കൊരു ചെറിയ ചിക്കൻ പീസ് എടുത്ത് കഴിച്ചു കൊടുക്കാം. ചൂടുണ്ടേ. അപ്പോൾ നമ്മൾ ചിക്കൻ പീസും കഴിച്ചു. അടിപൊളി സാധനം ഗൈസ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. So hope you guys are enjoyed today's cooking vlog, chicken prawn masala semi gravy. So see you on next vlog. Till then, bye bye.